ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തോന്നലിൽ നിന്നല്ല ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വരുന്നത്. മറിച്ച് ഇംഗ്ലീഷ് അറിയാതിരിക്കുക എന്നുള്ളത് ഒരു കുറവായതുകൊണ്ടും പറയുന്നതല്ല. പക്ഷേ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് റഹീം വിമർശിക്കപ്പെടുന്നത്. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളും കൂടെയുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ്. റഹീമിനൊരു PG ഉണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ. അതുപോലെ തന്നെ അതേ വിഷയത്തിൽ തന്നെ ഒരു റിസർച്ച് പേപ്പറും അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ PhD കംപ്ലീറ്റ് ആയോ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല. പക്ഷേ TCS സബ്മിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരള ലോ അക്കാഡമി തിരുവനന്തപുരത്ത് നിന്ന് ഒരു LLB ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ജേർണലിസത്തിലൊരു ഡിപ്ലോമയും ഈ പറയുന്ന റഹീമിനുണ്ട്. അതും ഭാരതീയ വിദ്യാഭവനിൽ നിന്നാണ് ഈ ഡിപ്ലോമ എടുത്തിട്ടുള്ളത്. ഇത്രയും യോഗ്യതകളുള്ള ഈ പരിണിതപ്രജ്ഞരായിട്ടുള്ള റഹീമിന് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടൊരു ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് രൂപീകരിക്കാനോ അവനവൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളോട് കൺവേ ചെയ്യാനോ സാധിക്കുന്നില്ലേ? അതല്ലെങ്കിൽ അതിലെന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ പരിഹാസമായിട്ട് വരുന്നത്. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റഹീമിനോട് ഈ ചോദ്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ മറ്റാരെങ്കിലും, ഇപ്പോൾ ആരും ആവട്ടെ, ഇനിയിപ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി മാത്രമുള്ള ഒരു മനുഷ്യനോ ഈ പറയുന്ന ഇംഗ്ലീഷിൽ ഇത്തരത്തിൽ ബബ്ബ അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ വരില്ല. അത്രേ അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാലേ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ എന്നില്ല. ഇംഗ്ലീഷ് അറിയണമെന്ന് പോലുമില്ല. പക്ഷേ ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതകൾ വെച്ച്, അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസം നമ്പർ 1 ആണ് എന്നൊക്കെ നമ്മൾ പുളകം കൊള്ളുന്ന, അല്ലെങ്കിൽ റഹീം പ്രത്യേകം പുളകം കൊള്ളുന്ന റഹീമിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിലൊരു 4 വാക്യം സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യവും പരിഹാസവും വരുന്നത് സ്വാഭാവികമാണ്. ഇതിലിനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് പറയും. അതായത് ഫ്രണ്ട് എന്നുള്ളതിന് പകരം പ്രൊണൗൺസിയേഷൻ ഈ നോർത്തിലേക്ക് പോകുന്തോറും 0 ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. പൊതുവെ മലയാളികളാണ് അത്തരത്തിലൊക്കെ കളിയാക്കാറ്. നോർത്തിലേക്കൊന്നും പോകണ്ട, ഈ പറയുന്ന വാളയാർ ബോർഡർ കടന്നാൽ തന്നെ 0 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കളിയാക്കുന്നവരാണ് നമ്മൾ. ഇനിയിപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് എന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നാക്കുപിഴയെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും റഹീമിൻ്റെ അനുയായികളും കളിയാക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന പ്രൊണൗൺസിയേഷനിലെ പ്രശ്നങ്ങളെ കളിയാക്കാറുണ്ട്. നരേന്ദ്രമോദി മെസ്സിയോട് ഏത് ഭാഷയിലാണ് സംസാരിച്ചത്, വ്ളാഡിമിർ പുടിനോട് ഏത് ഭാഷയിലാണ് സംസാരിക്കാറ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോട് വിദേശത്ത് പോയി ഏത് ഭാഷയിലാണ് സംസാരിക്കാറ് എന്നൊക്കെ ചോദിച്ചിട്ട് വ്യാകുലതപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ റഹീമിനെ അനുയായികളായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ കരയാനോ അല്ലെങ്കിൽ ഭാഷയെ പറഞ്ഞ് ഭാഷ വെറും കേവലം ഒരു ഭാഷ മാത്രമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ന്യായീകരിക്കാനോ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇതിലൊരു രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമ്മുടെ മുൻ തൃപ്പൂണിത്തുറ അംഗമായിരുന്ന സ്വരാജ് ഒരിക്കൽ നിയമസഭയിൽ ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങളൊക്കെ പുസ്തകം വായിക്കുന്നവരാണ് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം ലക്ഷ്യം വെച്ചത് മുസ്ലിം ലീഗുകാരെയാണ്. മുസ്ലിം ലീഗിൻ്റെ MLA-മാരെ ലക്ഷ്യം വെച്ചിട്ടാണ് പറഞ്ഞത്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് സംസാരിക്കാൻ അറിയില്ല, പ്രോപ്പർ മലയാളം അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉന്നം വെച്ചിട്ടാണ് സ്വരാജിൻ്റെ അത്തരത്തിലൊരു പ്രസ്താവന വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, ഇത്തരത്തിൽ പുസ്തകം വായിക്കുന്ന ഇവരൊക്കെയാണ് ബുദ്ധിജീവി എന്ന് മാത്രം ധരിച്ചു വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ ചെയ്യുന്ന സമയത്ത് പരിഹാസം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം പിന്നെ ഈ പറയുന്ന ഇരവാദവും ന്യായീകരണം കൊണ്ടോ അല്ലെങ്കിൽ കിരീടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറ്റിയിട്ട് വീഡിയോ ചെയ്തതുകൊണ്ടോ ഒന്നും തന്നെ റഹീമിന് ഏൽക്കുന്ന പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അതല്ലെങ്കിൽ റഹീമിന് നന്നായി അറിയാവുന്ന ഒരു ഭാഷ മലയാളമാണ് എന്നിരിക്കെ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇംഗ്ലീഷ് ഒരു സംഭവമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് റഹീം അത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ എത്രയൊക്കെ ഇംഗ്ലീഷ് സംഭവമല്ല എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഒരു സംഭവം ആയതുകൊണ്ടാണ് അയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലാതെ അയാൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് കേൾക്കുന്ന TV9 കന്നഡ കാണുന്ന ആളുകളെല്ലാം തന്നെയും ഇംഗ്ലീഷ് അറിയുന്നവരാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പെർസ്യൂം ചെയ്തതെന്നറിയില്ല. ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് മലയാളത്തിലുള്ള ചില വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായേക്കാം. സോ ഈ കാര്യത്തിലും റഹീമിന് ഇംഗ്ലീഷ് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഷയായതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സംവദിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതാണ് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരു ആഗോള പ്രശ്നവുമല്ല, ഒരു കുറ്റവുമല്ല.
പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ ഈ പറയുന്ന ഭാഷാ ന്യൂനതകളിൽ കളിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ എതിരാളികളെ നിങ്ങൾ ആ പേരിൽ കളിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നാക്കുപിഴകളുടെ പേരിൽ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് അതുപോലെ തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ എന്തിനു വേണ്ടി സംസാരിച്ചു, ആർക്ക് വേണ്ടി സംസാരിച്ചു, ജനങ്ങളുടെ ഭാഷ മനസ്സിലാക്കിയാൽ മതി, ജനങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് കൊടുത്തത് അതുപോലെ കൊല്ലത്ത് തിരിച്ചു കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര മാത്രം കരുതുക എന്നുള്ളതോ, അല്ലാതെ അതിന് കൂടുതൽ മാനങ്ങൾ തേടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താ കഴിഞ്ഞ ദിവസമൊക്കെ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ വന്നതാണ്, എത്ര 20-ലധികം അല്ലെങ്കിൽ ഡസനിലധികം ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന പ്രധാനമന്ത്രി ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതൊക്കെ. അതായത് അവർ അങ്ങനെ അത്തരത്തിലൊക്കെയാണ് ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പോകുന്നത്. അപ്പോൾ ഭാഷയിലൊന്നും ഒരു വലിയ കാര്യമില്ല എന്നുള്ള തരത്തിൽ അത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. ഭാഷയിലൊന്നും തന്നെ വലിയ കാര്യമില്ല, പറയുന്ന കാര്യങ്ങൾ മീനിങ് ഫുള്ളായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെയൊക്കെ ഈ ഒരു കാലത്ത് ഒരു സബ്ജക്റ്റിൽ മീൻസ് നമുക്കൊരു ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക്, അത് ഒട്ടും വശമില്ലാത്ത ഒരാൾക്ക് അയാളുടെ ലാംഗ്വേജിൽ അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ, ഒരു ടെക്നോളജി വളർന്നിട്ടുള്ള ഒരു നാട്ടിൽ നമ്മൾ ഈ ഭാഷയെക്കുറിച്ച് ഇനി പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ലോകരാജ്യങ്ങളുടെ തലവന്മാരുടെ കാര്യം എടുത്ത് നോക്കുക. വ്ളാഡിമിർ പുടിൻ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും സംസാരിക്കുന്നത് വളരെ റെയറായിട്ടാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം, വളരെ റെയറായിട്ടേ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് മീൻസ് ഓട്ടോ ഡബ് ചെയ്യപ്പെട്ടിട്ടുള്ളതോ അതല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ റിയൽ ടൈം ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് മറ്റൊരാൾ പുള്ളിയുടെ സംസാരം റിയൽ ടൈമിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവരാരും തന്നെ ഇവരുടെ മാതൃഭാഷയ്ക്കോ അല്ലെങ്കിൽ ഇവർക്ക് വശമുള്ള ഇവരുടെ നാട്ടിലെ ഒരു ദേശീയ ഭാഷയ്ക്കപ്പുറം ഒരു ഭാഷ സംസാരിക്കാറില്ല. അതിന് ഏത് ഫോറത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റുള്ളൂ. റൊണാൾഡോയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോർച്ചുഗീസ് പഠിക്കണം, അല്ലെങ്കിൽ മെസ്സിയോട് സംസാരിക്കാൻ സ്പാനിഷ് പഠിക്കണം. ഈ പറയുന്ന മെസ്സിക്കും റൊണാൾഡോയ്ക്കും പോലും അവർ ഇംഗ്ലീഷിൽ അത്രമാത്രം പ്രാവീണ്യമുള്ള ആളുകളൊന്നുമല്ല. അവർ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അവരുടെ ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളും എടുത്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് നടത്തുമ്പോൾ, ഇത്തരം റിക്വയർമെൻറ്റ് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വീഴ്ച പറ്റുമ്പോഴും ചോദിക്കും. അപ്പോൾ നോർത്തിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, നമ്മളൊക്കെ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരാണ്, ലിറ്ററസി ഉള്ളവരാണ് എന്നൊക്കെ അഭിമാനം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അടികളും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ റഹീമിന് മലയാളം സംസാരിക്കാമായിരുന്നു, എന്തുകൊണ്ട് മലയാളം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കില്ല, ഒരു കന്നഡികയും ഒരു തമിഴനും കളിയാക്കില്ല. പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തൊരു ഭാഷ സംസാരിച്ചത് കൊണ്ട് കളിയാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അത് സഹിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ കരഞ്ഞു തീർക്കുക. അവസാനം റഹീം പറഞ്ഞത് താനിത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ്. അയാൾക്ക് ആ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അയാൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അയാൾക്ക് അതിലൊരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് അത് സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇല്ലാതെ ആളുകൾക്ക് മുന്നിൽ നിന്ന് പരിഹാസ്യനാവാതിരിക്കുക എന്നുള്ളതാണ് ഒരു പബ്ലിക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ഏതിനായിരുന്നു, ബാബു രാമചന്ദ്രൻ അങ്ങാണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നരേന്ദ്രമോദിയുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയുണ്ടായിരുന്നില്ല. 1990-കളിൽ എങ്ങാണ്ട് നരേന്ദ്രമോദിയെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നേ റിപ്പോർട്ടിൽ വർക്ക് ചെയ്ത ഉണ്ണി ബാലകൃഷ്ണൻ ഇൻ്റർവ്യൂവിന് കാണുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ കംഫർട്ടായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചോളാൻ ഉണ്ണി പറയുകയും അങ്ങനെ പിന്നീട് അത് ഹിന്ദിയിൽ ആ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണി ബാലകൃഷ്ണനെ നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് വീണ്ടും കാണുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇംഗ്ലീഷിലാണ് വായിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് നരേന്ദ്രമോദി ഉണ്ണി ബാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇംഗ്ലീഷ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അതായത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന നരേന്ദ്രമോദി പിന്നീട് ഒരു 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഉണ്ണി ബാലകൃഷ്ണനെ അയാൾ ഓർത്തിരിക്കുകയും അയാൾ പിന്നീട് അത് ചോദിക്കുകയും ചെയ്യുകയാണ്, എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ എത്ര ഭാഷ നമുക്ക് പഠിക്കാമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്, അതല്ലെങ്കിൽ അത് അത്രയും നല്ലതുമാണ്. ഭാഷ എത്ര വേണമെങ്കിലും പഠിക്കാം. ഭാഷ അറിയുന്നു എന്നുള്ളത് ഒരു മേനി നടിക്കേണ്ട കാര്യമല്ല എങ്കിൽ പോലും അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരു കുറവൊന്നുമല്ല. അപ്പോൾ റഹീം ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇംഗ്ലീഷ് പറയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷം പറയുന്നതാണ്. പ്രത്യേകിച്ച് റഹീമിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LLB എൻട്രൻസ് എക്സാമിൻ്റെ ഇംഗ്ലീഷൊക്കെ എന്ന് പറയുന്നത് അത്രയും കട്ടുകട്ടി ഇംഗ്ലീഷാണ്.
എ റഹീം LLB എൻട്രൻസ് പാസ്സായിട്ടല്ല LLB എടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ബാക്കിയുള്ള LLBക്കാർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് എ റഹീമിൻ്റെ ഇംഗ്ലീഷ്. ഇനി ഈ പറയുന്ന മിക്കവാറും PG ആയാലും ഈ പറയുന്ന LLB ആണെന്നുണ്ടെങ്കിലും PhD തീസിസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയും എഴുതപ്പെടുന്നതും പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതും സബ്മിറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ തന്നെയും ഇംഗ്ലീഷ് പറയുന്ന ലാംഗ്വേജിലാണ്. അപ്പോൾ ഇത്രയും ഇതുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് മീനിങ് ഫുള്ളായിട്ടൊരു സാധനം കൺവേ ചെയ്യാനെങ്കിലും മിനിമം പഠിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ കാര്യമാണ്. അത് ചെയ്യാത്രത്തോളം കാലം എ റഹീം ഏറെ കയറിക്കൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ MM മണിയോട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അയാളുടെ ഇംഗ്ലീഷ് മോശമായതുകൊണ്ട് നമുക്ക് അയാളെ പരിഹസിക്കാനോ പറ്റില്ല. പക്ഷേ എ റഹീം അർഹിക്കുന്നു എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഊറ്റം കൊള്ളുന്ന മലയാളികളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കർണാടകയിൽ പോയിട്ടൊരു ബൈറ്റ് കൊടുത്ത എ റഹീം ഇത് അർഹിക്കുന്നത് തന്നെയാണ്. ഏത് ഇരവാദം മുഴക്കിയാലും എ റഹീം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോണില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടുന്നുള്ളതല്ല. അപ്പോൾ ഈ പരിഹാസം എന്നും കേട്ടുകൊണ്ടിരിക്കും. ഇത് കാലാകാലം എ റഹീമിൻ്റെ ഈ ഇംഗ്ലീഷ് ഏറ്റവും ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് കാലാകാലം ഒരു ട്രോളന്മാർക്ക് ചാകരയായിട്ട് തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.